ഈ പ്രസംഗമില്ലാത്ത ദിവസമല്ല, 10,000-കണക്കിന് പ്രസംഗങ്ങൾ. അപ്പോൾ ചില സ്ഖലിതങ്ങൾ വരും, പിന്നെ ഞാൻ തിരുത്തും, മാപ്പ് പറയും. ഞാൻ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റിക്കൂടെ, സിദ്ദീഖുൽ അക്ബറിന് തെറ്റുപറ്റിക്കൂടെ, ഉമർ ബിൻ ഖത്താബിന് തെറ്റുപറ്റിക്കൂടെ, ശംസുലമക്ക് തെറ്റുപറ്റിക്കൂടെ എന്ന് പറഞ്ഞ വാക്കുകൾ, മലക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് തെറ്റുപറ്റിക്കൂടെ എന്ന് പറഞ്ഞ വാക്കുകൾ, ഈ പറഞ്ഞ വാക്കുകൾ ആരെ പറ്റി പറഞ്ഞിട്ടെങ്കിലും അത് അദബ് കേടാണ്, എന്നിൽ നിന്ന് വന്നു പോയതാണ്. ഞാൻ അല്ലാഹു ജല്ല ജലാലായ സുബ്ഹാനോട് രാത്രി ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് യാസീനോട് മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. അതേ സമയത്ത് സ്ഖലിതമാണ്, തെറ്റാണ്, അബദ്ധമാണ്. 100% ഞാനത് പിൻവലിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വന്ന 100% അങ്ങ് അബദ്ധമാണ്. അത് പ്രഭാഷണത്തിന് മധ്യേ വന്ന സ്ഖലിതമാണ്. അതേ സമയത്ത് സുന്നിയല്ല എന്ന് പറയരുത്. അതേ സമയത്ത് എന്നെ ചേകുനാലും നിങ്ങൾ കുടുങ്ങും. എല്ലാ റൂഫിയ അൻ ഉമ്മത്തി അൽ ഖത്ഉ വന്നിസ്യാൻ, റൂഫിയ അൻ ഉമ്മത്തി അൽ ഖത്ഉ വന്നിസ്യാൻ. പിഴവുകൾ സംഭവിക്കും, മറവികൾ സംഭവിക്കും. അത് അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതുക പോലുമില്ല എന്ന് മുത്ത് റസൂൽ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇതൊന്നും അല്ലല്ലോ, ഞാനൊരു നാടൻ മുനിയനല്ലേ, അബദ്ധം പറ്റൂലേ? പറ്റിയിട്ടുണ്ട്. 100% അബദ്ധമാണ് പറഞ്ഞത്. അത് സ്ഖലിതമാണ്, അത് എഡിറ്റ് ചെയ്യാതെ വന്നു പോയതാണ്, അബദ്ധമാണ്. സമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതേ സമയത്ത് നിങ്ങൾ ദയവായി ഗൗരവമായി ചിന്തിക്കണം. ഞാൻ പറയുന്ന സാമൂഹിക നിരീക്ഷണങ്ങളാണ്. തഹിയ ഫണ്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഫണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നേതാക്കന്മാർ കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കലിൻ്റെ ബാധ്യതയാണ്. അതേ സമയത്ത് അതിനെക്കുറിച്ച് എനിക്ക് വ്യത്യസ്ത വീക്ഷണമാണുള്ളത്. വേറെ ഒരു സാമൂഹിക നിരീക്ഷണം, നിങ്ങൾക്കറിയാം ഞാൻ സുന്നികൾക്കിടയിൽ ഒരു സാമൂഹിക നിരീക്ഷകനാണ്. എൻ്റെ പ്രഭാഷണങ്ങളിൽ ഏറിയ കൂറും സാമൂഹിക നിരീക്ഷണങ്ങളാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് വിശ്വാസമാണ്. ബോധ്യപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. ഇനി ഇത് പിഴവാണെങ്കിൽ പോലും അത് പിന്നീട് എനിക്ക് പിഴച്ചു തന്നാൽ പോരെ. അതേ സമയത്ത് ഞാൻ പറഞ്ഞ സത്യമാണ്, സമൂഹത്തിന് പിഴച്ചാലോ? എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഈ പറഞ്ഞ ശരി തന്നെ, പക്ഷേ ഇത് ലോകാവസാനത്തിനടുത്ത കാലമാണ്. ദി റൈസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ വന്നു കഴിഞ്ഞു. ദി റൈസ് ഓഫ് വെസ്റ്റേണിസം വന്നു കഴിഞ്ഞു. പടിഞ്ഞാറിൻ്റെ സൂര്യോദയം വന്ന് കഴിഞ്ഞിട്ടുണ്ട്. പടിഞ്ഞാറിന് 2 തരം സൂര്യോദയമുണ്ട് എന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര സ്ഥലത്താണ് ഞാൻ പ്രസംഗം നടത്തത്. അതിന് ഫിസിക്കലായ ഒരു റൈസുമുണ്ട്, ഒരു സ്പിരിച്വലായ റൈസുമുണ്ട്. 2 തരം സൂര്യോദയങ്ങൾ പടിഞ്ഞാറുണ്ട്. അതേ സമയത്ത് ഫിസിക്കലായ സൂര്യോദയം ലോകാവസാനത്തിൻ്റെ തൊട്ട് മണിക്കൂറിലായിരിക്കാം സംഭവിക്കുക. അതേ സമയത്ത് സ്പിരിച്വലായ സൂര്യോദയം അത് വന്നു കഴിഞ്ഞു. അതാണ് ഇന്ന് നമ്മൾ ഈ റൈസ് ഓഫ് വെസ്റ്റേണിസം അത് നമ്മളെ ബാധിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മൾക്കുണ്ടാക്കുന്ന കോടികൾ ഈ യൂറോപ്പിന്റെ ചില്ല് കൊട്ടാരങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയല്ലേ? അത് പത്രമാണെങ്കിലും, അത് ചാനലാണെങ്കിലും, അത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും, എന്താ സംഭവിക്കാൻ പോണത്? ഈ യൂറോപ്പിന്റെ ചില്ല് കൊട്ടാരങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുക. യൂറോപ്പിന്റെ ചില്ല് കൊട്ടാരങ്ങൾ എവിടെ ഉണ്ടാക്കിയാലും അതൊരു ദുരന്തമായി ഭവിക്കും. ഇത് വലിയ ആപത്തായി ഭവിക്കും, യാതൊരു സംശയവും വേണ്ട. അത് ഭവിച്ചേ തീരൂ, ഉറപ്പായിട്ട് ഭവിക്കും. ഒരു മഹത്തായ ഒരു വലിയ മതസംഘടന നടത്തുന്ന ഒരു ഭൗതിക കലാലയത്തിൽ 15 വർഷങ്ങൾക്ക് മുമ്പ്, 2010-ലോ 2011-ലോ ആയിരിക്കും എന്നാണ് എൻ്റെ ഓർമ്മ, ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭൗതിക കലാലയത്തിൽ ഒരു മതസംഘടന നടത്തുന്ന, കേരളത്തിലെ ഒരു മതസംഘടന നടത്തുന്ന ഒരു ഭൗതിക കലാലയത്തിൽ ഔദ്യോഗികമായ ആ സ്ഥാപനത്തിന്റെ ഹോസ്റ്റലിലെ കുട്ടികൾ രാത്രി കള്ളു കുടിക്കൽ വന്നപ്പോൾ, പലപ്പോഴും കള്ളു കുടിക്കുന്നതായി ബന്ധപ്പെട്ടവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ 15 വർഷങ്ങൾക്ക് മുമ്പ് അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. പലവട്ടം കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. സ്ഥാപനം പറയൂല, സംഘടന പറയൂല, ഒരു സംഘടന നടത്തുന്ന ഒരു ഭൗതിക കലാലയം ബിഫോർ 15 ഇയേഴ്സ്, 15 കൊല്ലം മുമ്പ് രാത്രി കള്ളുകുടി പലപ്പോഴായി ഉണ്ടായപ്പോൾ അവരെ ബോധവൽക്കരിക്കാൻ പിന്നെയും 15 കൊല്ലം കഴിഞ്ഞു. ഇനി യൂറോപ്പിന്റെ സിവിലൈസേഷനാ വരാൻ പോകുന്നത്. വിത്തിൻ 10 ഇയേഴ്സ്, 10 കൊല്ലത്തിനിടയിൽ സെക്സ് റവല്യൂഷൻ, ലൈംഗിക വിപ്ലവം കേരളത്തിൽ നടക്കുമെന്നാണ് സാമൂഹിക നിരീക്ഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം. യൂറോപ്യൻ മോഡൽ സെക്സ് വിപ്ലവം, അതായത് ഏത് പെണ്ണും ഏതാണിൻ്റെ ഒപ്പം പോകും. അതിൽ ഭർത്താവില്ല, ഭാര്യയില്ല. ഏത് പെണ്ണിന്റെ കൈയും പിടിച്ച് ആർക്കും പോകാം, എവിടെയും പോകാം, ഒന്നുമില്ല, തുടങ്ങിക്കഴിഞ്ഞു.
10 മണിക്ക് ബീച്ചിൽ കടകളോ അടക്കൽ നിർബന്ധമായ കാലം ഉണ്ടായിരുന്നു. ഇന്ന് ബീച്ചിൽ കട അടക്കുന്നില്ല. ഈ തോന്നിയാസങ്ങൾ നൈരന്തര്യം കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. 10 കൊല്ലം കഴിഞ്ഞാൽ സാർവത്രികമാവും. ഇന്ത്യ രാജ്യത്ത് സെക്സ് റവല്യൂഷൻ നടക്കുന്ന ഏറ്റവും ആദ്യത്തെ സംസ്ഥാനം കേരളമായിരിക്കുമെന്നാണ് സാമൂഹിക നിരീക്ഷകരുടെ അഭിപ്രായം. വിത്തിൻ 10 years. എങ്കിൽ നമ്മൾ ഈ അമ്പരചുംബികളായ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വലിയ കോടികൾ ആവശ്യമൊന്നുമില്ലല്ലോ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ 2 കാര്യം ആവശ്യമുള്ളൂ. 1 സ്വയം നന്നാവുക, 2 താൻ പറയുന്നതിന് സമർപ്പിക്കുക. എന്നാൽ ഉമ്മത്ത് നന്നാവും. കോടികൾ പിരിച്ച് ഞാൻ എതിരല്ല, പക്ഷെ എന്റെ ഭയമാണ് ഞാൻ ഈ പറയുന്നത്. അത് പറയാൻ എനിക്ക് നിങ്ങൾ ഒരു സമ്മതം തരണം. ഞാൻ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. കാണട്ടെ, നശിക്കട്ടെ എന്ന് ഞാൻ മിണ്ടാതിരിക്കല്ല വേണ്ടത്. ഒരു സാമൂഹിക നിരീക്ഷകൻ അത് പറയും. അതാ ഉമ്മത്ത് നന്നാവാനുള്ള അയാളുടെ താല്പര്യമാണ്. ഈ ഉമ്മത്ത് നശിച്ചു പോകുന്നതിലുള്ള വേദനയാണ്. അതൊക്കെ കണ്ണിന്റെ മുന്നിൽ കണ്ണ് തുറന്നു വെച്ചവന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ തഹയ്യ പണ്ട് വിമർശിച്ചില്ലേ? ഞാൻ വിമർശിച്ചൊരു കാര്യം ഇതാണ്. നമ്മുടെ ഭൂമികയിൽ നാം ചോര നീരാക്കി ഉണ്ടാക്കിയ ആ പണത്തിന്റെ ഭൂമികയിൽ കള്ളുകുടിച്ച യുവതി യുവാക്കൾ മൂത്രിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യും. വ്യഭിചാരം പരസ്യമായ വ്യഭിചാരം, പരീക്ഷ തലേന്ന് വ്യഭിചാരം പരസ്യമായി നടത്തിയ പിറ്റേന്ന് പരീക്ഷ എഴുതിയാൽ പരീക്ഷയിൽ വിജയിക്കുമെന്ന അന്ധവിശ്വാസം യൂറോപ്പിൽ നിലവിലുണ്ട്, അമേരിക്കയിലുണ്ട്. പരസ്യമായി വ്യഭിചരിക്കല്ല, പരസ്യമായി പരീക്ഷത്തലേന്ന് പരസ്യമായി വ്യഭിചരിച്ചാൽ ആ പരീക്ഷയിൽ ചില പ്രത്യേകമായ ശക്തി ലഭിക്കുമെന്നും ആ പരീക്ഷയിൽ വിജയിക്കുമെന്നുമുള്ള വിശ്വാസം ഇന്ന് യൂറോപ്പിലുണ്ട്, അമേരിക്കയിലുണ്ട്. ഞാൻ നിങ്ങളോട് കൊല്ലങ്ങൾ അനവധിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മെൻസസ് ബ്ലഡ്, ആ മെൻസസ് ബ്ലഡ് സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നത് സർവത്രികമായ ഒരു കാലഘട്ടം വരാൻ പോകുന്നു. അന്ന് എനിക്കെതിരെ പറഞ്ഞവരുണ്ടല്ലോ. ഇപ്പൊ എന്താ അവസ്ഥ നമ്മുടെ നാട്ടിൽ? ഇതൊക്കെ വരാൻ പോവാണ്. ഇതെല്ലാം വരികയാണ്. 10 കൊല്ലത്തിനിടയിൽ സെക്ഷൽ റവല്യൂഷൻ നടക്കാൻ പോവുകയാണ് കേരളത്തിൽ എന്നാണ് സാമൂഹിക നിരീക്ഷകരുടെ അഭിപ്രായം. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട ഭൂമികയിൽ ഇതൊക്കെ നടക്കും. ഒരു വാക്കും ഉണ്ടാൻ കഴിയില്ല. അധികാരികൾക്ക്, പ്രിൻസിപ്പാളിന്, അധ്യാപകന്, ലെക്ചറിന്, പ്രൊഫസർക്ക്, മാനേജ്മെന്റിന്, ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഒരു വാക്ക് പറയാനുള്ള അധികാരം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അവർ സദാചാര പോലീസായി കണക്കാക്കപ്പെടുകയും അത്തരം പ്രൊഫസർമാർ ജയിലിലടക്കപ്പെടുകയും ചെയ്യും. സെക്സിനൊരു പ്രശ്നം ഉണ്ടാവില്ല. സെക്സിനെതിരെ പറഞ്ഞാൽ, അതായത് ഈ പരസ്യമായ സെക്സിന് ഒരു പ്രശ്നം എനിക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല 10 കൊല്ലത്തിനുള്ളിൽ. ഇതൊക്കെ നടക്കാൻ പോവാണ്. അതുകൊണ്ട് ആത്മീയതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, ആത്മീയ മൂല്യമുള്ള, 100 കണക്കിന് വർഷങ്ങളായി സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിത സമൂഹം ഒരിക്കലും യൂറോപ്യൻ ചില്ല് കൊട്ടാരങ്ങളുടെ പിന്നിൽ പോകരുത്. ഇത് സാമൂഹിക നിരീക്ഷണ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തും പറയാ, ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വേദനയാണ്, നിങ്ങൾക്കെതിരല്ല. ഞാൻ സാമൂഹിക നിരീക്ഷകനാണ്. ഏറ്റവും ചുരുങ്ങിയത് സുന്നികൾക്കിടയിൽ പോലും ഞാൻ സാമൂഹിക നിരീക്ഷകനാണ്. ഞാൻ പറഞ്ഞത് ഞാൻ നടക്കണം, എനിക്ക് വാശില്ല, പക്ഷെ നടന്നിട്ടുണ്ട്. എന്താ നടക്കാത്തത്? ഞാൻ ഇന്നാലിന്ന നേതാവിനെതിരെ പറഞ്ഞല്ലോ. നേതാവിനെതിരെ പറഞ്ഞിട്ടില്ല, നേതാവിൻ്റെ പ്രസ്താവനക്കെതിരെയാ പറഞ്ഞത്. തർക്കുൽ മുവാലാത്ത് ഈ പറയപ്പെട്ടതല്ല. ദയവായി എന്നെ കേൾക്കണം. ഇങ്ങനെ വലിയ വലിയ മഹാന്മാർ, ലോകം മുഴുവനും നോക്കിയിരിക്കുന്ന വലിയ മഹാന്മാർ തർക്കുൽ മുവാലാത്ത് ഇതാണെന്ന് പറഞ്ഞാൽ സമൂഹം ഒറ്റയടിക്ക് തിരിയും. നമ്മുടെ മുൻഗാമികൾ 100 വർഷം കൊണ്ടുണ്ടാക്കി തീർത്ത എല്ലാ നന്മയും സുന്നി പാരമ്പര്യം ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ടില്ലാതെയോ. ഇപ്പോൾ അതിനെ ന്യായീകരണം പറഞ്ഞു നടക്കുന്നവരുണ്ട്. വലിയ വാലൻ തലേ കെട്ടിട്ട പണ്ഡിതന്മാർ ഇന്നലെ വരെ തെറുക്കുൽ മുവാലാത്ത് എന്നാൽ തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, കാണാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, 100% അവരോടുള്ള ബന്ധവിച്ഛേദമാണ് തെറുക്കുൽ മുവാലാത്ത് എന്ന് പറഞ്ഞിരുന്ന വാലൻ തലേ കെട്ടുള്ള പണ്ഡിതന്മാർ ഇന്നും ഇന്നലെയും വിശദീകരിച്ചിരിക്കും, മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇല്ല, തെറുക്കുൽ മുവാലാത്ത് ഇതാണ് തെറ്റല്ലേ ഈ പറഞ്ഞ? 100% തെറ്റാണ്. തെറുക്കുൽ മുവാലാത്തിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്, പുതിയ സ്റ്റേറ്റ്മെന്റ് 100% തെറ്റാണ്. അതൊരു നേതാവ് പറഞ്ഞാൽ ഞാൻ നേതാവിനല്ല, ആ പ്രസ്താവനക്കെതിരെ പറയാണ്. അത് വഹാബിയത്താണ്. അതെന്റെ വേദനയാണ് ഞാൻ ഈ പറയുന്നത്. അതിനെ തിരുത്തണം, തിരുത്തിയാൽ മതിയാകൂ. ഇല്ലെങ്കിൽ ഉമ്മത്ത് വഴി തിരിയും. എന്റെ പേടിയാണ്.
ഞാനീ പറഞ്ഞു വല്ലാഹിൽ അലീം, എന്റെ ഭയമാണ്. ഒരിക്കലും അത് തെർക്കുൽ മുവാലാത്തല്ല, പിഴച്ചിട്ടുണ്ട്. ഇങ്ങനെ ന്യായീകരണം പറയരുത്, ഒരിക്കലും ന്യായീകരണം പറയരുത്. ഒരു കാരണവശാലും ന്യായീകരണം പറയാൻ പാടില്ല, കാരണം തെറ്റാണ്. നേതാവിനും സദസ്സിൽ പൊതുജനം കേൾക്കെ ഒരു കീഴ്വായു പോകാം, ബാക്കിയുള്ളവർ മുഴുവനും ഇനി പ്ലാ പ്ലാ പ്ലാന്ന് ഒച്ചുണ്ടാക്കല്ല വേണ്ടത്. ഒരു ഏറ്റവും ചുരുങ്ങിയത് അത് കീഴ്വായുവാണെന്ന് അംഗീകരിക്കുക. ഇനി അടുത്ത സ്ഥലത്ത് ആ കീഴ്വായു പോകാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഗ്യാസിന്റെ കുളികെങ്കിലും കൊടുത്തുവിടണം. ഇത്രേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. താരി കൊച്ചാക്കല്ല, ഒരു 100% മഹാന്മാരാണ്, അവരൊക്കെ 100% മേലെയാണ്. പക്ഷെ എനിക്ക് പ്രതിഷ്ഠയില്ല, എൻ്റെ പ്രതിഷ്ഠ ദീനാണ്. എനിക്കൊരു തങ്ങളും പ്രതിഷ്ഠയല്ല. ചിലർക്ക് ചില തങ്ങൾ പ്രതിഷ്ഠയാണ്, ചിലർക്ക് ചില തങ്ങൾ പ്രതിഷ്ഠയാണ്, ചിലർക്ക് ചില മൂല്യർ പ്രതിഷ്ഠയാണ്, ചിലർക്ക് ചില മൂല്യർ പ്രതിഷ്ഠയാണ്. മലയാളക്കരയിൽ 90% സുന്നി രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ചില ബിംബ പ്രതിഷ്ഠകൾ മാത്രമാണ്. നിങ്ങൾ കല്ലെറിഞ്ഞോളൂ, എനിക്ക് പ്രശ്നമില്ല. തൻ്റെ പ്രതിഷ്ഠകളെ എങ്ങനെയും ന്യായീകരിക്കുക, താൻ ആരെ എതിർക്കുന്നു അവരെ എങ്ങനെയെങ്കിലും തകർക്കുക. ഇത് ദീനല്ല, ഇതിനാണ് റഹ്ബാനിയത്ത് എന്ന് പറയുക. തെറ്റിനെ ന്യായീകരിക്കുക അത് റഹ്ബാനിയത്താണ്, അത് പൗരോഹിത്യമാണ്, അത് ദീനല്ല. അതുകൊണ്ട് ദയവായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാണ്. ഞാൻ തഹിയാഫ്, എൻ്റെ സഹോദരങ്ങൾ, ഞാൻ സമസ്തയാണ്, അതിൻ്റെ പരിസരം നിങ്ങൾ ഓടിക്കരുത്. ഞാൻ ലീഗാണ്, ഞാൻ അതും പറയാ. ലീഗിന്റെ പ്രവർത്തകന്മാർ എനിക്കെതിരെ നാടാകെ പെരുമ്പറ കൊട്ടരുത്. ഞാൻ ലീഗാണ്. സ്വന്തം മുണ്ട് മുറുക്കി കൊടുത്ത് ഒരു പ്രദേശത്ത് മുഴുവനും ലീഗും സമസ്തയും ഉണ്ടാകാൻ വേണ്ടി അധ്വാനിച്ച മനുഷ്യന്റെ മകനാണ് ഞാൻ. ആ ലീഗ് ജീവിതത്തിൽ സമസ്ത എന്നെ പുറത്താക്കിയ കാലത്ത് ഞാൻ വേറെ സംഘടനയിൽ പോയിട്ടില്ല. പലരും വന്ന് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്ന് അടയിരുന്നിട്ടുണ്ട്. പോയിട്ടില്ല, പോകൂല. എന്തേ? ഞാൻ സമസ്തയാണ്, പക്ഷെ എതിര് പറയും. എന്തുകൊണ്ട്? അത് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു ബുദ്ധിയാണ്. തെറ്റിയാൽ ഞാൻ മാപ്പ് വയ്ക്കും, പിന്നെ പറയും. തെറ്റിയാൽ മാപ്പ് വയ്ക്കും. എനിക്കൊരു അഭിമാനമില്ല. എന്റെ റബ്ബിന്റെ അഭിമാനം അല്ലാഹുവിന് മാത്രമാണ്. റഹ്മത്തുള്ളാഹി ഒരഭിമാനവും ഇല്ല. നേതാക്കന്മാരിൽ തെറ്റ് സംഭവിക്കുമ്പോൾ ഞാൻ നേതാവിനെയല്ല വിമർശിക്കണത്. വിമർശനത്തിൽ എവിടെയെങ്കിലും വൈയക്തികമായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബഹുമാനപ്പെട്ട സാദാത്തി കുടുംബങ്ങളിൽ എവിടെയെങ്കിലും ആ തെറ്റില്ലാതാകണമെന്നുള്ള വല്ലാത്തലടങ്ങാത്ത ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ പിന്നെ ഞാൻ പറയൂല. ആരും പറയാത്തോണ്ട് പറയാണ്. ഒരാൾ പറഞ്ഞാൽ ഞാൻ പറയൂല. എനിക്കത് പറയാണെന്നില്ല. ആരും പറയാതെ ഇത് രീതിയായി മാറും. ആരും പറയാതെ ഇരുന്നാൽ ഇതൊരു കീഴ്വഴക്കമായി മാറും. വേദനിച്ച് കുടുങ്ങിയിട്ട് കഷ്ടപ്പെട്ട് പറയാൻ ആളില്ലല്ലോ എന്ന് വേദനിച്ച് പറയാണ് ഞാൻ. ആളാകാനല്ല, വല്ലാഹിൽ അസീം, ആളാകാനല്ല. അപ്പൊ സാമൂഹിക നിരീക്ഷകന് കാണിക്കുന്ന ഒരു അവസരമെങ്കിലും എനിക്ക് തരണം. തഹിയ ഫണ്ട് പിരിച്ചെടുക്കുമ്പോൾ 146 കോടി പിരിച്ചെടുത്ത എൻ്റെ ഹൃദയം തൊട്ട ബഹുമാനപ്പെട്ട സഹോദരന്മാർ, ആ സഹോദരന്മാരുടെ വിഷമങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങളെ എന്തെങ്കിലും എൻ്റെ നിരീക്ഷണം കൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടെങ്കിൽ നിങ്ങളെ ഞാൻ കാല് പിടിച്ച് നിങ്ങൾക്ക് ഞാൻ ക്ഷമാപേക്ഷിക്കുന്നു. ദയവായി എന്നോട് മാപ്പാക്കണം. പക്ഷേ സാമൂഹിക നിരീക്ഷകന് പറയാം, അതെന്തിനാണ്? കൂടുതൽ സൂക്ഷ്മത പുലർത്താനാണ്. ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാനില്ല, ഇനി സൂക്ഷ്മത പുലർത്താനേ ഉള്ളൂ. പക്ഷെ ലോകം അവസാനിക്കാനായി. ലോകത്ത് വലിയ ആപത്തുകൾ വരാൻ പോവാണ്. പിന്നെ സ്വകാര്യമായി നടത്തുന്ന ചില സംഭാഷണങ്ങൾ, സ്വകാര്യം ഒരാൾക്ക് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകളുള്ള ഒരു ഗ്രൂപ്പിൽ വിടുന്ന ഒരു സ്വകാര്യമായ സംഭാഷണം, തികച്ചും നന്മ മാത്രം ഉദ്ദേശിച്ച് നടത്തിയ പ്രഭാഷണം. ഇത് വ്യക്തമായി ഞാൻ പറഞ്ഞു. ആ പ്രഭാഷണം കേരളം മുഴുവനും ഒരു ജൂദാസ് അതിൽ നിന്ന് ചോർത്തി. അവൻ ജൂദാസാണ്. അവൻ എന്നോട് മാപ്പ് പറഞ്ഞു. എനിക്കറിയാം ആ ജൂദാസിനെ. ഇത് സ്വകാര്യമായ സംഭാഷണങ്ങൾ പരസ്യമാക്കാൻ പാടുണ്ടോ? കേരളത്തിലെ ഇന്നത്തെ സുന്നി നേതാക്കന്മാർ, അഹാബികളും സുഹാബികളുമായ സുന്നി നേതാക്കന്മാർ അയച്ച രഹസ്യമായ മെസ്സേജുകൾ, കൊല്ലങ്ങളായി കിടക്കുന്ന രഹസ്യമായ മെസ്സേജുകൾ എത്ര എണ്ണുണ്ട് എൻ്റെ ഈ മൊബൈലിൽ നിന്നൊക്കെ അറിയും. എത്ര എണ്ണം? ഒന്ന് ഞാൻ പുറത്താക്കിയാൽ കേരളം കത്തും. തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞത്, നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞത്, യോഗത്തെ കുറിച്ച് പറഞ്ഞത്, യോഗങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞത് പലതുണ്ട്.
ലീഗിനെ കുറിച്ച് പറഞ്ഞ, ലീഗ് നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ പല നൂറുകണക്കിന് രഹസ്യ മെസ്സേജുകൾ, അതൊക്കെ മനുഷ്യന് സ്വാഭാവികമായി തൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ, തൻ്റെ അടുത്തൊരു ഗ്രൂപ്പിനോ സ്വാഭാവികമായി പറയുന്നതാണ്. അത് നശിപ്പിക്കാൻ വേണ്ടി പറയല്ല, സ്വാഭാവികം. അതാ കൂട്ടത്തിൽ ഒരു ജൂദാസ് പുറത്താക്കുക. ഇതിനേക്കാൾ വലിയ ജൂദാസിന്റെ പണി എന്താ? ഇതൊരു മുസ്ലിം മറ്റേ മുസ്ലിംക്ക് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്കതിന്റെ കോലം കണ്ടാൽ തന്നെ അറിയൂലേ അതൊരു സ്വകാര്യ സംഭാഷണമാണ്. അതൊരാൾക്ക് കിട്ടിയാൽ നിസ്കാരത്തിന് ഇമാം നിൽക്കുന്ന, വെള്ളിയാഴ്ച പള്ളികളിൽ ഖുതുബ ഓതുന്ന, നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്തുന്ന തലേ കെട്ടിയ മൗലവിമാരെ നിങ്ങളിത് പരസ്യപ്പെടുത്താൻ പാടുണ്ടോ? ഇത് അവിടെ നിങ്ങൾ പറയണ്ടേ ഇതൊരു സ്വകാര്യ സംഭാഷണമാണ്, സ്റ്റോപ്പ് ചെയ്യണം പറയണ്ടേ? ഒരാൾ പറഞ്ഞോ? നിങ്ങൾക്ക് എന്ത് ദീനാ? നിങ്ങൾക്ക് എവിടെ ദീന? നിങ്ങൾ ആരെ കൊല്ലാൻ വിചാരിച്ചാലും കൊല്ലും. നിങ്ങൾക്കതാണ് ദീന്. നിങ്ങളെ എല്ലാരും എനിക്കറിയാം, ഞാൻ പറയൂല. നൂറുകണക്കിന് രഹസ്യ മെസ്സേജുകൾ ഇതിലുണ്ട്. ഇതങ്ങോട്ട് പുറത്തായാൽ പലരും മുണ്ടും പൊക്കി ഓടേണ്ടി വരും. ഞാൻ പുറത്താക്കൂല. എന്തുകൊണ്ട്? ആ ജാതി തന്തക്ക് ഞാൻ ജനിച്ചിട്ടില്ല. എന്റെ തന്ത വേറെയാണ്. ഞാൻ ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ ഇറങ്ങിയതല്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എൻ്റെ വാക്കിലോ എൻ്റെ രീതിയിലോ പണ്ടും നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും. ഞാൻ പൊതുവെ പ്രഭാഷണങ്ങളൊക്കെ ഒരു തരം ചൂടുള്ള ആളാണ്. അപ്പം ചില വാക്കുകളൊക്കെ ഏറിപ്പോകും, ചിലതൊക്കെ മാപ്പ് പറയേണ്ടി വരും. അതൊന്നും എനിക്ക് വിഷമമില്ല. ഇനി ഞാൻ 1000 മാപ്പ്, ഇനി ഞാൻ എത്ര കാലം ജീവിച്ചാലും ഇനിയും പ്രസംഗം നടത്തുകയാണെങ്കിൽ 10,000 മാപ്പ്, 1000 മാപ്പ് ഇനിയും പറഞ്ഞേക്കാം. അതൊന്നും പ്രശ്നമില്ല. കണ്ടന്റുകൾ യാഥാർത്ഥ്യമാണ്, ശൈലിയിൽ വരുന്ന സ്ഖലിതങ്ങളാണ്. അത് എന്നെ കേരളത്തിന് പുതിയതായി പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കാസിമിയുടെ ശൈലിയല്ലേ. പറഞ്ഞത് കേട്ടോളി, പറഞ്ഞ വിഷയം ശരിയാണോ നോക്കിക്കോളി എന്ന് പറഞ്ഞ തീരുന്ന കാര്യമാണത്. അതിന് നിങ്ങൾ ഈ വലിയൊരു ഹാള് വാടക എടുത്ത് നമ്മൾ സുന്നികളെ പൈസ എന്തിനങ്ങൾ കളയുന്നത്? അതൊക്കെ മോശമല്ലേ? നമ്മൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസമല്ല. ഒരു സയ്യിദിനോടും ഒരു സയ്യിദിൻ്റെ ചെരുപ്പ് വഹിക്കാനുള്ള മഹത്വം പോലും എനിക്കില്ല. അവർ മുസ്തഫ നബിൻ്റെ പേരക്കുട്ടികളാണ്. ഞാൻ അവരുടെ കാലിൻ്റെ ചോട്ടിലാണ്. ഞാനിപ്പോൾ പറയല്ലേ, ഇത് എപ്പോഴും എൻ്റെ മനസ്സങ്ങനെയാണ്. എന്നെ അടുത്തറിയുന്നവർക്ക് എൻ്റെ മനസ്സറിയാം. ബാക്കി വിശദീകരിക്കുന്നില്ല. എല്ലാ പ്രവർത്തകന്മാർക്കും സംഘടനാ നേതാക്കൾക്കും എൻ്റെ ചില പ്രഭാഷണങ്ങളിൽ വന്നിട്ടുള്ള വിഷമങ്ങൾ മാപ്പാക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ സ്ഖലിതങ്ങളിൽ റബ്ബിനോടും ഇമാം ബുഖാരിയോടും ഞാൻ മാപ്പപേക്ഷിച്ചിട്ടുണ്ട്, തൗബ ചെയ്തിട്ടുണ്ട് എന്നും സമൂഹ സമക്ഷം അറിയിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നപേക്ഷിക്കുന്നു. വാഹ് ദഅ്വാന അനിൽ ഹംദുലില്ലാഹി.